ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗോവയിൽ ഒരു ഒഫീഷ്യൽ ഹോളിഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു മോർണിംഗ് വ്ളോഗൊക്കെ ആകാമെന്ന് കരുതിയിട്ടാണ് വ്ളോഗൊക്കെ എടുത്തത്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് കാലത്ത് അമ്പലത്തിൽ പോകാമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മൊത്തത്തിൽ ലേറ്റ് ആയിട്ടാണ് എല്ലാവരും നീറ്റത്. അപ്പോൾ അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പറ്റുകയാണെങ്കിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട്. എന്തായാലും ഇനി സൺഡേ അതുപോലെ ക്രിസ്മസ് ഡേ ഒക്കെ ഏട്ടന് ലീവ് ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഏതെങ്കിലും പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ലീവ് ആയതുകൊണ്ട് ഞാൻ ചപ്പാത്തിയും പനീറും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ സാധാരണ സൺഡേ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളത് ഈ ഹോളിഡേയ്സിൽ ഉണ്ടാക്കാറുണ്ട്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യമായിട്ട് നല്ല രീതിയിൽ കഴിക്കുന്ന ഏതെങ്കിലും ഒരു ഫുഡായിരിക്കും അന്ന് ഉണ്ടാക്കുക. ബാക്കി കല്ലുവിന് സ്കൂളിലെ ദിവസമാണെങ്കിൽ കല്ലുവിന് സ്കൂളിൽ കൊണ്ടുപോകാൻ ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. കല്ലു എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാൾ നേരത്തെ എണീറ്റ് വന്നു. അപ്പോൾ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ ഇപ്പോഴും നീറ്റിട്ടില്ല. അപ്പൊ കല്ലുവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് TV കാണാൻ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ഇത് ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴേക്കും ഏട്ടനും എണീറ്റ് വരും. പിന്നെ ഏട്ടനും കല്ലുവിനൊക്കെ നന്നായിട്ട് ചുമയും കഫക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് രാവിലെ തന്നെ. അപ്പൊ ഇന്നത്തെ ഹോളിഡേ എന്താന്നുള്ളത് ഞാൻ പറയാം. ഇന്ന് ഇവിടെ ഗോവ ലിബറേഷൻ ഡേ ആണ്. December 19 ഗോവ ലിബറേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്നവർക്കൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ അതുവരെയും പോർച്ചുഗീസുകാരായിരുന്നു ഇവിടെ മെയിൻ ആയിട്ട് ഭരിച്ചിരുന്നത്. എന്നിട്ട് അതിനുശേഷം 1961 December 19 ഗോവയ്ക്ക് പോർച്ചുഗീസുകാരിൽ നിന്നും ഒരു മോചനം കിട്ടിയത്. അതിനുശേഷം കുറെ കാലം ഗോവ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ടാണ് നിലനിന്നിരുന്നത്. പിന്നീട് അത് ഗോവ എന്ന് പറയുന്നത് ഇന്ത്യയുടെ 25ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് മാറി. ഈ December 19 വേറൊരു സ്ഥലത്തെ കൂടി ലിബറേഷൻ ഡേ ആണ്. അപ്പൊ അത് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇപ്പോഴും ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പോർച്ചുഗീസുകാരുടെ ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇവിടുത്തെ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, പിന്നെ കൊങ്കണിയാണ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഞാനിതെല്ലാം പറയുന്നത് കേട്ട് ഇത് ഒരു ഹിസ്റ്ററി ക്ലാസ് ആണെന്നൊന്നും ആരും വിചാരിക്കണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ നമ്മളിവിടെ ഗോവയിൽ താമസിക്കുമ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണ്ടേന്ന് വിചാരിച്ച ഞാനും കുറെ കാര്യങ്ങളൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ കുറെ ഫ്രണ്ട്സിനോടും ഒക്കെ ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അറിയുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ്. ഇതുപോലെ ഓരോ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും അല്ലേ. ഈവൻ എനിക്ക് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹിസ്റ്ററി കാര്യങ്ങളും വളരെയധികം താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, പനീറും ചപ്പാത്തിയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ സവാള, തക്കാളി, അതിൽ കുറച്ച് കാഷ്നട്ടും പിന്നെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ പനീർ കട്ട് ചെയ്യുന്നത്. പനീർ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് അങ്ങനെ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഉച്ചയാവും കേട്ടോ. കാരണം ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത് തന്നെ. ഞങ്ങൾ ഏകദേശം ഉച്ചയ്ക്ക് ചോറിന് പകരം ഇത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അതാണ് കല്ല് വേഗം വന്നിട്ട് ചായയൊക്കെ കുടിച്ചത്. ചായയും ബിസ്ക്കറ്റും കഴിച്ചു. പിന്നെ ഞാനും ഏട്ടൻ നീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാനും ഏട്ടനും ഒരു കാപ്പിയും കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് നേരമൊക്കെ വിശപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പോഴേക്കും ഏകദേശം കറിയും ചപ്പാത്തിയൊക്കെ ആവും. അപ്പോൾ ഏട്ടന് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് വന്നതാണ്. പിന്നെ പനീർ വറുത്ത് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ, അധികമൊന്നുമില്ല, ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആയി എന്ന് കണ്ടാൽ മറിച്ചിടണം. എന്നിട്ട് അത് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ ആ ഒരു സമയം ഞാനിത് കാപ്പിയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ അത് കുടിക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് കേട്ടോ. കാരണം കുറച്ച് സമയം നീട്ടിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കാപ്പി ഞാൻ കുടിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ പനീറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കും. എന്നാലും കറിയിലേക്ക് ഉള്ളതൊക്കെ അതിൽ അത്യാവശ്യം ഉണ്ടാവാറുണ്ട്.
ഇനി നമ്മളെ കറി ആവുന്ന ആ ഒരു സമയം കൊണ്ട് കുറച്ച് ചപ്പാത്തി മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഓരോ ഉരുളകളാക്കിയിട്ട് ഞാനിത് വെക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നുകൂടിയും എളുപ്പമായിരിക്കും. പിന്നെ അതേ നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും തക്കാളിയൊക്കെ വഴറ്റിയത് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടിയിട്ടാണ് അരയ്ക്കുന്നത്, പേസ്റ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേ നമുക്ക് ചപ്പാത്തി ഞാൻ പരത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി കുറച്ച് പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി ആവുന്ന ഒരു സമയം ചപ്പാത്തി ചുട്ടെടുക്കും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പരത്തി വയ്ക്കുകയാണ്. പിന്നെ കറി ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ പിന്നെ അതിൻ്റെ അടുത്തുനിന്ന് കുറച്ച് നേരം നമുക്ക് മാറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ പരത്തി വെക്കുകയാണ്. അപ്പോൾ അത് ഇടയ്ക്ക് ഓരോ പനീറും ഞാൻ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. ചിലപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ടായിരിക്കും, എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇനി കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ ഒരു ബൗളിലേക്ക് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്കത് കരിഞ്ഞു പോവും. ഞാൻ കറി ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ഏട്ടൻ ഇതേ പരത്തി തരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഏട്ടൻ ഇപ്പോൾ കുറേ ആയിട്ട് അത് ചപ്പാത്തിയൊക്കെ പരത്താൻ വന്നിട്ട്. അപ്പോൾ പിന്നെ ഏട്ടൻ വല്ലാണ്ട് ഷേപ്പും കാര്യങ്ങളൊന്നും ആവാത്തത് കൊണ്ട് കുറച്ച് റിസ്ക് ആയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ വിളിക്കാറില്ല. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഏതായാലും നമുക്ക് എല്ലാവർക്കും നല്ല വിശന്നിരിക്കില്ല, അപ്പോൾ എല്ലാം വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏട്ടനും വന്നതാണ്. അങ്ങനത്തെ ഏട്ടൻ്റെ ഒരു പതുക്കെ ഓരോ ഷേപ്പൊക്കെ ആക്കി വരുന്നുണ്ട്. അങ്ങനെ ഞാനിതാ കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കത് വഴറ്റുന്ന സമയത്ത് അതിൻ്റെ ആ ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയം വരെ അതൊന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് ഏകദേശം മസാലയും ആ ഓയിലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ അതിൽ പിടിക്കുന്ന രീതിയിലൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആ ജാറിൽ നമുക്ക് ഇതിൻ്റെ പേസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് അനുസരിച്ചുള്ള ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി കുറച്ച് നേരം കൂടി ഒന്ന് ചൂടാക്കാനുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഈ മല്ലിയില വേണമെന്നില്ല, ഓപ്ഷനിലാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഞാൻ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ അതേ എല്ലാം ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തി, അതുപോലെ തന്നെ ഒരു കഷ്ണം ബട്ടർ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ നമുക്ക് ഏട്ടൻ ചപ്പാത്തി പരത്തി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനിത് ചൂടാൻ നിന്നു. ഇതുപോലെ ഒരുമിച്ച് നിന്നിട്ടുള്ള കുക്കിംഗ് ഒക്കെ ഇപ്പോൾ കുറേ ആയിട്ടോ നടന്നിട്ട്. കാരണം ഏട്ടന് ഇപ്പോൾ കുറേ ആയിട്ട് നല്ല തിരക്കായിരുന്നു ഓഫീസിലൊക്കെ. അത് കഴിഞ്ഞ ആഴ്ചയാണ് ഒന്ന് ഫ്രീ ആയത്. അതുകൊണ്ട് തന്നെ മറ്റത് സൺഡേ സാറ്റർഡേ എല്ലാ ലീവുള്ള ദിവസങ്ങളും ഓഫീസിൽ പോകേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ ഒരു സൺഡേ മുതൽ ഏട്ടന് ഓഫീസിൽ പോകണ്ട, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പോവാറുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ സൺഡേ നമുക്ക് ലീവുള്ള ദിവസങ്ങളിൽ എന്തായാലും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കല്ലുവിനെയും പോയി നോക്കുന്നുണ്ട് കേട്ടോ. കാരണം കല്ലുവിനെ നമ്മൾ ഇടയ്ക്ക് പോയി നോക്കിയിട്ടില്ലെങ്കിൽ കല്ലു എന്തെങ്കിലുമൊക്കെ നമ്മളറിയാതെ കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മളെ മുന്നിൽ വെച്ചിട്ട് തന്നെയാവും ചെയ്യുക, ഇനി നമ്മളറിയാതെ കുറേ കാര്യങ്ങളും ചെയ്ത് കൂട്ടുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ കാര്യമായിട്ടുള്ള കളിയിലായിരുന്നു. അത് ചപ്പാത്തിയൊക്കെ പരത്തിൽ കഴിഞ്ഞ ഏട്ടൻ പാത്രം കുറച്ച് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴുകി വെക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാക്കിയുള്ള ചപ്പാത്തി ഞാൻ ചുട്ടെടുക്കുകയാണ്. ഇനി നമ്മളിത് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ്. ശരിക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഉച്ചയ്ക്കാണ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പിന്നെ വിശപ്പൊക്കെ എല്ലാവരുടെയും ഏകദേശം മാറിയിട്ടുണ്ടായിരുന്നു. കല്ലുവാണെങ്കിലും രാവിലെ ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചപ്പോൾ തന്നെ പിന്നെ ലേറ്റ് ആയിട്ട് നീറ്റതല്ലേ, അപ്പോൾ പിന്നെ അധിക സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ എല്ലാം ആയിട്ട് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇതാണ് ഞങ്ങൾ രാത്രി ഡെക്കറേറ്റ് ചെയ്ത ക്രിസ്മസ് ട്രീയും ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും ജസ്റ്റ് ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കാണിച്ചു എന്ന് മാത്രം. ഇനി എല്ലാവർക്കും ക്രിസ്മസ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ജൂൺ 22 സെലിബ്രേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.